ഇനി നമ്മൾ പോകുന്നത് അങ്ങ് കേരളത്തിന്റെ അതിർത്തിയായിട്ടുള്ള കാസർഗോഡേക്കാണ്. അതിർത്തി ജില്ലയായ കാസർഗോഡ്, അവിടെ ഉപ്പളയ്ക്കടുത്ത് ഒരു മരണം നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അയാളുടെ പേര് തുക്കാനോഫൽ. തുക്കാനോഫൽ എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തുകാരും കാസർഗോഡുകാരും ഒരുപോലെ വിറയ്ക്കും. നിരവധി കൊലപാതക കേസുകൾ ഉൾപ്പെടെ പ്രതി. അയാളാണ് ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മംഗലാപുരം ബജേ സ്വദേശിയാണ് ഈ പറയുന്ന തുക്കാനോഫൽ. നൗഫലിന്റെ കുടുംബം പറയുന്നത് അത് കേവലം ഒരു മരണമല്ല, അത് കൊലപാതകമാണെന്നാണ്. പക്ഷേ പോലീസിന്റെ നിഗമനത്തിൽ അത് ട്രെയിൻ തട്ടിയുള്ള മരണമാണ്. എന്തായിരിക്കും അവിടെ ശരിക്കും സംഭവിച്ചത്? ഉപ്പള റെയിൽവേ ഗേറ്റിൽ ആ സമയം രാത്രിയിൽ നടന്നത് എന്താണെന്നുള്ളതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. വാളെടുത്തവൻ വാളാലെ വീണതാണ്. തുക്കാനോഫലിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. തുക്കാനോഫൽ എന്ന് പറഞ്ഞാൽ അയാൾ മയക്കുമരുന്നിന്റെ അടിമയാണ്. ഇരട്ട കൊലപാതകമടക്കം 4 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കേരളത്തിൽ, കർണാടകയിൽ ഈ 2 ഇടങ്ങളിലുമായി നിരവധി ക്രിമിനൽ കേസുകളുണ്ട് തുക്കാനോഫലിന്റെ പേരിൽ. കൊടും ക്രിമിനൽ അല്ലേ? മരിച്ചാൽ ആർക്ക് ഛേദം എന്നായിരിക്കും ചോദ്യം. ഒരിക്കലും ഒരു ക്രിമിനലിനെ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ ഇല്ല. പക്ഷേ ആ കുടുംബം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ മകൻ മോശക്കാരനായിരിക്കാം, പക്ഷേ അതിലും വേണ്ട ഒരു ന്യായം. അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിധി അറിയണ്ടേ? അതാണ് ആ മാതാപിതാക്കളുടെ ചോദ്യം. 24 അവർ പരിശോധിക്കുകയാണ് എന്താണ് തുക്കാനോഫലിന് സംഭവിച്ചത് അന്ന് രാത്രി. ഇതാക്കിയതല്ല, അവനാരെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ന്യായം കിട്ടുന്നു. ನನ್ನ ಮೋಡಿ ಎಂದ್ರೆ ಹಾಕಿ ನಂಗೆ ಗೊತ್ತಿಲ್ಲ. ಈಗ ನ್ಯಾಯಕ್ಕೆ ಇಕ್ಕಿ ನನ್ನ ಮಕ್ಕ ಗಟ್ಟಿ ಉಂಟ, ನನ್ನ ಮಕ್ಕ ತಿರುಗಲ್ಲ, ಅವಳಿ ನನ್ನ ಮಕ್ಕ ಹಾರ್ಲಾರ್ದು. മരിച്ചു കിടക്കുന്ന തുക്കാനോഫലിന്റെ ശരീരം കണ്ടാൽ അതിൽ ചില സംശയങ്ങൾ തോന്നുക സ്വാഭാവികമാണ്. തുക്കാനോഫലിന്റെ ഭാര്യ സഹോദരൻ അൻസാർ പ്രകടിപ്പിക്കുന്ന സംശയവും അതാണ്. 1-2 കാര്യങ്ങൾ. അതായത്, 1, ട്രെയിൻ തട്ടിയാണ് മരിക്കുന്നതെങ്കിൽ അയാൾ സ്വാഭാവികമായും ദൂരത്തേക്ക് തെറിക്കും. പക്ഷേ അതുണ്ടായില്ല. പാളത്തിനോട് ചേർന്ന നിലയിലായിരുന്നു മൃതദേഹം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴുത്തിൽ വെട്ടേറ്റ നിലയിൽ ഒരു മുറിവുണ്ട്. ആ മുറിവിന്റെ ആഴം പരിശോധിക്കുമ്പോൾ അവിടെ അത്രമാത്രം ചോര തളം കെട്ടിക്കിടക്കണം. പക്ഷേ ഒരു തുള്ളി ചോര ഉണ്ടായിരുന്നില്ല ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപത്ത്. ശരിക്കും എന്താണ് തുക്കാനോഫലിന് സംഭവിച്ചത്? ആത്മഹത്യ എന്ന് പോലീസ് പറയുന്നു. പക്ഷേ കുടുംബം പറയുന്നത്, തുക്കാനോഫലിന്റെ ഭാര്യ സഹോദരനായിട്ടുള്ള അൻസാർ പറയുന്നത്, ആരോപിക്കുന്നത് മറ്റൊന്നാണ്. 55 സമയത്ത് ഞങ്ങൾക്ക് അവൻ ട്രെയിനിൻ്റെ ഇടയിൽ വീണിട്ട് കുറച്ച് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആരോ അവനെ ഇതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കിട്ടിയില്ല. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കുമ്പോൾ അവന് ഒന്നും സ്ഥിതിയില്ല. റെയിൽവേ ട്രാക്കിനിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരു കോഴി അറുത്തെങ്കിൽ വെളുത്ത ചോര കിട്ടും. അന്നെങ്കിൽ അവൻ്റെ കൗത്താണ് അറുത്തിട്ടുള്ളത്. അപ്പോൾ കൗത്തറുത്തുള്ള സമയത്തും അവൻ്റെ ചോരയുടെ കാണുന്നില്ല. അപ്പോൾ ചോര കാണുന്ന സമയത്ത് ട്രെയിൻ എങ്ങനെ അടിച്ച്? കേരളത്തിൽ പോലീസുകാർ പറയുന്നുണ്ട് അവന് ആത്മഹത്യക്ക് സൂസൈഡ് ആക്കിയിട്ട് പറഞ്ഞുണ്ട്. അപ്പോൾ അത് ശരിയല്ല, അവനെ കൊന്നതാണ്. അപ്പോൾ ഞാൻ വേറെ DSP അവരുടെ സംസാരിച്ച് നമുക്ക് അവരിന് കൊന്നു തന്നെ സാർ പറഞ്ഞിരുന്നു. ഈ അൻസാർ പറയുന്നത് പോലെ തുക്കാനോഫൽ അത് അത്ര ഡീസന്റ് വ്യക്തിയോ ക്ലീൻ ആയിട്ടുള്ള മനുഷ്യനൊന്നും അല്ല എന്ന് കാസർഗോഡുകാർക്കും ഒപ്പം മംഗലാപുരത്തുകാർക്കും ഒരേപോലെ അറിയാം. പക്ഷേ മയക്കുമരുന്ന് സേവിച്ചിരുന്ന, മയക്കുമരുന്നിന് സ്ഥിരം അടിമയാണെന്ന് കുടുംബം പോലും സമ്മതിക്കുന്നുണ്ട് ഇയാളുടെ കാര്യത്തിൽ. എന്നാലും നാട്ടിൽ അയാൾ നല്ലവനായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ഭാഷ്യം. അതെന്തുമാവട്ടെ, അതല്ല ചോദ്യം. അൻസാറൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, തന്റെ അളിയൻ അത് മോശക്കാരനായിരിക്കാം. ആ കുടുംബം, ആ മാതാപിതാക്കൾ ഉന്നയിച്ചതുപോലെ ന്യായം എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വരണ്ടേ? എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടുപിടിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അവന് ഡ്രഗ്സ് മാഫിയ എന്നും അല്ല. അവന് ഡ്രഗ്സ് സേവനിക്കും, അത് വേറെ കിട്ടും. പിന്നെ ആര് നിരപരാധിനെ, ആര് അപരാധി അല്ലാത്തവനെന്തും കൊന്ന ചരിത്രവനില്ല, ആര് കഴിച്ച ചരിത്രമില്ല. ഈ നാട്ടിലവൻ റോഡിസമാക്കിയ ചരിത്രമില്ല. അവൻ എന്തുണ്ടെങ്കിലും പുറത്ത് പോയിട്ടാണ്. അവന് വിരോധാത്മാർ കുറേ ഉണ്ട്. അപ്പോൾ ആ വിരോധാത്മാർ ഇവന് ചെയ്തിരിക്കുന്നു ഞങ്ങൾക്കിതുള്ളത്. അവന് കൊല തന്നെയാണ്.
കൊന്നിട്ട് തന്നെ എറിഞ്ഞതാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ കാസർഗോഡ് പോലീസ്, കേരള പോലീസ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സ്ട്രോങ് പോലീസാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ സ്ട്രോങ് പോലീസ് എന്ന് പറയുമ്പോൾ ആ സ്ട്രോങ് പോലീസുകാർ ഒന്നും കൂടി അവനെ കറക്റ്റായിട്ട് ഈ കൊന്നവരെ പിടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര അഭ്യർത്ഥിക്കുന്നു. കേരള പോലീസിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ആ കുടുംബം. അതൊരു ഗുണ്ടയുടെ, ഒരു കൊടും ക്രിമിനലിന്റെ മരണമായിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷേ അവിടെ കേരള പോലീസ് അതിലൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ആ വിവരങ്ങൾ പുറത്തേക്ക്, വെളിച്ചത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൻസാർ പറയുന്നത് പോലെ ഈ തുക്കാൻ നൗഫലിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അയാൾ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മയക്കുമരുന്ന് മാഫിയുമായി ഒന്നും ബന്ധമില്ല എന്നാണ് കുടുംബത്തിന്റെ അവകാശവാദം. അതെന്തായാലും അത് പോലീസ് കണ്ടെത്തട്ടെ. അതിനുമപ്പുറത്തേക്ക് ഒരുപാട് ശത്രുക്കളുടെ എണ്ണം നൗഫലിനുണ്ടായിരുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളും പറയുന്നത്. ഇത്തരത്തിലുള്ള ശത്രുക്കൾ നൗഫലിനെ വകവരുത്തിയതാണ് എന്നാണ് ജുനൈദ്, മറ്റൊരു സുഹൃത്താണ് നൗഫലിന്റെ, അദ്ദേഹവും വിശ്വസിക്കുന്നത്. കൊന്ന പാളത്തിന് സമീപം ഇട്ടതാണ് എന്നാണ് അയാൾ പറയുന്നത്. മഞ്ചേശ്വരം പോലീസിന് ഈ ശത്രുക്കളെന്ന് കണക്കാക്കുന്ന ആളുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ കൈമാറിയിട്ടുണ്ട് ഇവർ. ആ ട്രാക്ക് കണ്ട രീതി അത് വണ്ടി അടിച്ച രീതിയിലല്ല, ഒരു കൊലപാതകം ചെയ്ത രീതിയാണ്. എന്ന് പറഞ്ഞാൽ ട്രെയിൻ അടിച്ചാൽ ബോഡി ഒരു ദൂരം തെറിക്കേണ്ടതാണ്. പക്ഷേ ഈ നൗഫലിന്റെ ബോഡി ഉണ്ടായത് ട്രാക്കിന്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരും ആ റെയിൽവേ ട്രാക്കിലെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ട്രെയിൻ അടിച്ചാൽ ഒരിക്കലും ബോഡി ഇത്ര അടുത്തുണ്ടാവില്ല, എവിടെയെങ്കിലും തീർച്ചിട്ടോ പീസ് ആയിട്ടുണ്ടാവും. റൈറ്റ്. ജുനൈദ് മറ്റൊരു സംശയം കൂടി പറയുന്നത്, ഈ കേരള പോലീസിൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക ആ കുടുംബത്തിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും തെളിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ശത്രുക്കൾ അത് തന്നെയാണ് അവർ നോട്ടമിടുന്നതും ചൂണ്ടുപലകയിട്ട് കാണിച്ചു തരുന്നതും. തുക്കാൻ നൗഫലിനെ കൊന്നതെന്ന് ആവർത്തിക്കുന്നു അവർ. കേരള പോലീസ് ഒരു സംശയമുള്ളത് ട്രെയിൻ അടിച്ച രീതിയിലാണ്. പക്ഷേ എല്ലാവർക്കും, നാട്ടുകാർക്കും നമ്മൾക്കും ഒരു സംശയമുള്ളത് അതൊരു കൊലപാതകമാണ്. പക്ഷേ കേരള പോലീസുകാർ എത്രയും പെട്ടെന്ന്, നൗഫലിന് ഒരുപാട് ശത്രുക്കൾ ഇല്ലതാണ് കേരളത്തിലായിട്ടും അതേമാതിരി മംഗലാപുരത്തായിട്ടും, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പ്രതികളെ പിടിക്കണം. കഴുത്തിൽ കണ്ട ആ ആഴത്തിലുള്ള മുറിവ്, അവിടെ എത്തിയ പോലീസ് സർജന്റെ നിഗമനത്തിൽ അത് തൊട്ടടുത്തുള്ള ഒരു തൂടൽ തട്ടി തുളഞ്ഞു കയറിയതാണ് എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. ഇനി എങ്ങനെയാണ് ഈ തുക്കാൻ നൗഫൽ എന്ന മംഗലാപുരംകാരൻ അന്ന് ഉപ്പളയിലെത്തിയത്? അവിടെ ഒരു വിവാഹ ചടങ്ങുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കർണാടക രജിസ്ട്രേഷനുള്ള സ്കൂട്ടറിൽ ഇയാൾ ഉപ്പളയിലെത്തുന്നത്. വിവാഹത്തിൽ പങ്കെടുത്തു. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടി സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങി. അതിനുശേഷം മഞ്ചേശ്വരത്ത് ബഡാജെ പാലമുണ്ട്. ആ ബഡാജെ പാലത്തിന് സമീപം സ്ഥിരമായി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘങ്ങൾ തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്തിയിട്ടുണ്ട് ഈ നൗഫൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തിവെച്ചു എന്നാണ് മനസ്സിലാവുന്നത്. വിരലടയാള വിദഗ്ധർ, പോലീസിന്റെ സംഘമൊക്കെ ആ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആ പാലത്തിന് സമീപം രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘം സ്ഥിരമാണ്, സജീവമാണെന്ന് ആ നാട്ടുകാർ പരാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സംഘത്തിൽ സ്ഥിരമായി നൗഫൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അന്നാട്ടുകാരുടെ പ്രതികരണം. എന്താണെങ്കിലും 12 പേരെ മഞ്ചേശ്വരം പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ ഒരു കൊലക്കേസ് പ്രതിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൗതുകകരം. നൗഫലിന്റെ സ്കൂട്ടറിന്റെ മുൻവശത്തെ പെട്ടി തുറന്നപ്പോൾ അതിൽ ഒരു ജോഡി ഷൂ കണ്ടെത്തുകയും ചെയ്തു. സ്കൂട്ടറിന്റെയും ഷൂവിന്റെയും മണം പിടിച്ച് ഈ പോലീസ് നായ കിലോമീറ്ററുകളോളം മുന്നോട്ട് പോയെങ്കിലും ഒടുവിൽ നൗഫൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ ഉപ്പള ഗേറ്റിന്റെ അവിടെ അവസാനിക്കുകയായിരുന്നു അന്വേഷണം. നീതി അത് ഏത് കൊടും ക്രിമിനലാണെങ്കിലും അവകാശപ്പെട്ടതാണ്. അയാൾക്കുമുണ്ട് അവകാശം. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ആവശ്യം, നൗഫലിന്റെ മരണം അത് കൊലപാതകമാണെന്ന് അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തത വരട്ടെ. നൗഫലിൻ്റേത് മരണം അത് കൊലപാതകമാണോ, ട്രെയിൻ തട്ടിയുള്ളതാണോ? കേരള പോലീസ് തന്നെ അതിന് മറുപടി നൽകും.